വിശുദ്ധ പൗലോസ് റോമായിലെ സഭയ്ക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം. അപ്പോൾ യഹൂദന് കൂടുതൽ എന്തുണ്ട്? അല്ലെങ്കിൽ പരിച്ഛേദനം കൊണ്ട് എന്തു പ്രയോജനമാണുള്ളത്? എല്ലാവിധത്തിലും വളരെയുണ്ട്. ഒന്നാമത്, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ഭരമേൽപ്പിക്കപ്പെട്ടത് അവർക്കാണ്. എങ്കിലെന്ത്? ചിലർ അവിശ്വസിച്ചെങ്കിൽ അവരുടെ അവിശ്വസ്തത ദൈവത്തിൻ്റെ വിശ്വസ്തത ഇല്ലാതാക്കുമോ? ഒരിക്കലുമില്ല. എല്ലാ മനുഷ്യരും വ്യാജം പറയുന്നവരായാലും ദൈവം സത്യവാൻ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: നിന്റെ വാക്കുകളിൽ നീ നീതിമത്കരിക്കപ്പെടും, വിചാരണ ചെയ്യപ്പെടുമ്പോൾ നീ വിജയിക്കും. എന്നാൽ നമ്മുടെ അനീതി ദൈവനീതിയെ സ്ഥിരീകരിക്കുന്നെങ്കിൽ നാം എന്തു പറയും? മാനുഷികമായ രീതിയിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മേൽ ക്രോധം ചൊരിയുന്ന നീതിയില്ലാത്തവനാണോ ദൈവം? ഒരിക്കലുമല്ല. ആണെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും? എൻ്റെ അസത്യം വഴി ദൈവത്തിൻ്റെ സത്യം അവിടുത്തെ മഹത്വം വർദ്ധിപ്പിക്കുന്നെങ്കിൽ എന്തിന് ഞാൻ ഇനിയും പാപിയെന്ന് വിളിക്കപ്പെടണം? അപ്പോൾ നന്മയുളവാകാൻ വേണ്ടി തിന്മ ചെയ്തുകൂടെയെന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നതായി ഞങ്ങളെപ്പറ്റി ചിലർ ദൂഷണം പറയുന്നുണ്ട്. ഇവർക്കുള്ള ശിക്ഷാവിധി ഉചിതമത്രേ. അപ്പോഴെന്ത്? നമുക്ക് വല്ല മേന്മയുമുണ്ടോ? ഇല്ല, അശേഷമില്ല. എന്തെന്നാൽ യഹൂദരും ഗ്രീക്കുകാരുമെല്ലാം പാപത്തിന് അധീനരാണെന്ന് നമ്മൾ മുമ്പേ കുറ്റപ്പെടുത്തിയിരുന്നതാണല്ലോ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: നീതിമാൻ ആരുമില്ല, ഒരുവൻ പോലുമില്ല. ഗ്രഹിക്കുന്നവനാരുമില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റിപ്പോയി, ഒന്നടങ്കം പ്രയോജനരഹിതരായി. ദയ കാണിക്കുന്നവനില്ല, ഒരുവനുമില്ല. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. അവർ തങ്ങളുടെ നാവ് വഞ്ചനയ്ക്ക് ഉപയോഗിക്കുന്നു. അവരുടെ അധരങ്ങൾക്ക് കീഴെ സർപ്പവിഷമുണ്ട്. അവരുടെ വായ് ശാപവും കയ്പും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവരുടെ പാദങ്ങൾ രക്തം ചൊരിയാൻ വെമ്പുന്നു. അവരുടെ വഴികളിൽ നാശവും ദുരിതവും. സമാധാനത്തിൻ്റെ വഴി അവർക്കറിഞ്ഞുകൂടാ. അവരുടെ കൺമുമ്പിൽ ദൈവഭയമില്ല. നിയമം അനുശാസിക്കുന്നതെല്ലാം നിയമത്തിന് കീഴുള്ളവരോടാണ് പറയുന്നതെന്ന് നമുക്കറിയാം. ഇത് എല്ലാ അധരങ്ങളും നിശബ്ദമാക്കപ്പെടാനും ലോകം മുഴുവൻ ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കുന്നതാകാനും വേണ്ടിയാണ്. എന്തെന്നാൽ നിയമത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരാളും അവിടുത്തെ സന്നിധിയിൽ നീതിമത്കരിക്കപ്പെടില്ല. നിയമം വഴി പാപത്തെക്കുറിച്ച് അറിവുണ്ടാകുമെന്നേയുള്ളൂ. നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി നിയമത്തിലൂടെയല്ലാതെ ഇപ്പോൾ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കുമുള്ളതാണ്. ഒരു വ്യത്യാസവുമില്ല. കാരണം എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വമില്ലാത്തവരായി. അവർ അവിടുത്തെ കൃപയാൽ ക്രിസ്തു യേശുവിലുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതിമത്കരിക്കപ്പെടുന്നു. വിശ്വാസത്താൽ അവൻ്റെ രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു നൽകി. ദൈവം തൻ്റെ ക്ഷമയിൽ മുൻപാപങ്ങൾ അവഗണിച്ചുകൊണ്ട് തൻ്റെ നീതി സ്പഷ്ടമാക്കി. തൻ്റെ നീതിയും താൻ നീതിമാനാണെന്നതും യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതിമത്കരിക്കുന്നവനാണെന്നതും ഇക്കാലത്ത് സ്പഷ്ടമാക്കാനാണിത്. അതുകൊണ്ട് നമ്മുടെ വമ്പുപറച്ചിൽ എവിടെ? അത് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ഏതു നിയമത്താൽ? പ്രവൃത്തികളുടേതോ? അല്ല, വിശ്വാസത്തിൻ്റെ നിയമത്താൽ. എന്തെന്നാൽ നിയമത്തിൻ്റെ പ്രവൃത്തികൾ കൂടാതെ തന്നെ വിശ്വാസത്താൽ മനുഷ്യൻ നീതിമത്കരിക്കപ്പെടുന്നെന്ന് നാം കണക്കാക്കുന്നു. ദൈവം യഹൂദരുടെ മാത്രമാണോ? ജനതകളുടേതുമല്ലേ? അതെ, ജനതകളുടേതുമാണ്. എന്തെന്നാൽ ദൈവം ഏകനാണ്. അവിടുന്ന് വിശ്വാസത്താൽ പരിച്ഛേദിതരെയും വിശ്വാസത്താൽ അപരിച്ഛേദിതരെയും നീതിമത്കരിക്കും. ആകയാൽ വിശ്വാസത്താൽ നാം നിയമത്തെ ഇല്ലാതാക്കുകയാണോ? ഒരിക്കലുമല്ല, നിയമത്തെ ഉറപ്പിക്കുകയാണ്.